അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു 5 സമയങ്ങൾ വരാനുണ്ട്. ആ 5 സമയങ്ങളിൽ നിസ്കാര തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ, ഹാജിയാരാണെന്ന് പറഞ്ഞിട്ടോ, താടിക്ക് നീളമുണ്ടെന്ന് പറഞ്ഞിട്ടോ, പള്ളിയിലെ ഇമാമാണെന്ന് പറഞ്ഞിട്ടോ, 24 മണിക്കൂറും തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 5 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ 5 സമയങ്ങളിൽ രക്ഷപ്പെടുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 5 സമയങ്ങൾ ഏതാ നമുക്ക് പഠിക്കാം. ആ 5 സമയങ്ങൾ ഏതാ നമുക്ക് പഠിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആ 5 സമയങ്ങൾ ഏതാണ്? അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത ആ 5 സമയങ്ങൾ ഏതാണെന്ന് അള്ളാന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താണ്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? മരിക്കുന്ന സമയത്ത് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിക്കാൻ കിടക്കുന്ന സമയത്തൊരു മനുഷ്യര് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ ഒരു മനുഷ്യന്റെ നാവ് പൊങ്ങണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം, ഉസ്താദെ എന്നെ കൊണ്ടത് പറ്റൂ ഉസ്താദെ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഞാൻ പള്ളിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ പള്ളിയിലെ ഇമാമ, എൻ്റെ വാപ്പ മുസ്ലിമാ, എൻ്റെ ഉമ്മ മുസ്ലിമാ, ഞാൻ മുസ്ലിമായിട്ടാ ജീവിക്കണേ, എന്നെ കൊണ്ടതിന് കഴിയുമെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെയാ, അങ്ങനെ ആരും ഉറപ്പിക്കണ്ട. മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓസിനങ്ങ് പറയാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ മോനെ, അത് വെറും തെറ്റിദ്ധാരണയാ. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി വാപ്പയും മകനും കൂടെ ഒരു പള്ളി കെട്ടുകയാണ്. ആദ്യമായിട്ട് പടച്ചറപ്പിനെ ആരാധിക്കാൻ ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമോനും കൂടെ ഒരു പള്ളി കെട്ടുകയാണ്. രണ്ടുപേരും കൂടെ പള്ളിയുടെ പണി കഴിയുമ്പോ, അല്ലാഹുവേ കഅബാലയത്തിന്റെ പണി അങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ പിടിച്ചെടുത്തിരുത്തിയിട്ട് അവിടെ നിന്നൊരു ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ദുആ പറയുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് ഈ സൽക്കർമ്മത്തിന് സ്വീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, റബ്ബേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവിനെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബിയോട് ഒരൽപ്പം സ്നേഹം കൂടിയപ്പോ അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിന്റെ പൊന്നുമോനെ എനിക്ക് വേണ്ടി അറുത്തു തരാറ്. പടച്ചവനെ അല്ലാഹു പറയുന്നത് കേട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ കടുത്തിൽ കത്തിവെച്ചിട്ടറുക്കാ തയ്യാറായ ഇബ്രാഹിം നബിയാണ് അല്ലാഹുവോട് പറയുന്നത്, റബ്ബേ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്.
പറയുന്നത് ആരെന്നറിയുമോ? 10 വയസ്സ് പ്രായമുള്ളപ്പോ വാപ്പ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, മോനെ, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ 10 വയസ്സുള്ള പൊന്നുമകൻ തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവിടെന്ന് പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറയുന്നതനുസരിക്കുക ബാപ്പാ, അല്ലാഹു പറയുന്നതനുസരിക്കുക ബാപ്പാ. വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞ ഇസ്മായിൽ നബിയാണ് തന്റെ വാപ്പ ദുആ ചെയ്യുമ്പോൾ പുറകിലിരുന്ന് ആമീൻ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ഒരു ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ربك آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما. യൂസുഫ് നബി അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, അടിമയായിരുന്ന എനിക്ക് നീ മോചനം തന്നു, എനിക്ക് ഈജിപ്തിന്റെ ഭരണാധികാരം തന്നു, എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇതെല്ലാം നിന്റെ ഔദാര്യമാണ് റബ്ബേ. യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ. ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാറുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. യൂസുഫ് നബി ചെയ്ത ദുആ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാതിരാത്രി സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തോ പറയുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്തെന്നറിയോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയം ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടുന്ന് ദുആ ചെയ്തു പോയെങ്കില് എന്റെ പ്രിയമുള്ളവര് മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ എല്ലാവരെ കൊണ്ടും കഴിയില്ല. എത്രയോ ആൾക്കാരുണ്ട് ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിച്ച് മരിക്കുന്ന സമയത്ത് ജീവിച്ചിരുന്ന കാലത്ത് മൊത്തോ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമായി ഇങ്ങനെ ജീവിക്കുകയാണ്. അവസാനം മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോയ എത്രയോ ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, കാഫിറിനെ പോലെ ജീവിച്ചു. അവസാനം മരണസമയം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നുപോയി എത്രയോ ആൾക്കാരെ നമുക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവ് പൊങ്ങടോ, നിന്നെ കൊണ്ട് കഴിയില്ല, അല്ലാഹുവിന്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയാം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരാൾക്കും പറയാൻ കഴിയൂല. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും അത് പറയാൻ കഴിയൂല. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ആ കൈപൊക്കാൻ മനസ്സില്ലാത്ത മനുഷ്യനെ എനിക്കൊന്ന് കാണാനാ, ഒന്ന് കൈപൊക്കിക്കേ. ഷഹീദായി മരിക്കാൻ ആഗ്രഹമില്ല അല്ലേ വാപ്പ? ഇനി നീ എവിടെ കിടന്ന് മരിക്കാനിരിക്കുക?
അതിന് പോലും മനസ്സില്ലാത്ത ആൾക്കാരില്ലേ? അല്ലാഹു ആലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, നിനക്ക് സ്വർഗത്തിലും പോകാം, നിനക്ക് ഇഷ്ടമുള്ള 70 പേരെയും കൊണ്ടുപോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങനെ മനുഷ്യൻ നീ മാത്രമല്ല പോണേ, നിനക്ക് ഇഷ്ടമുള്ള 70 എണ്ണത്തിനെ കൊണ്ടുപോകാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈവക്ക്. യുദ്ധക്കളത്തിലൊന്നും പോകണ്ട, യുദ്ധത്തിനൊന്നും പോകണ്ട. ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈവക്ക്. വഴി പറഞ്ഞുതരാം. നല്ല പോലെ പൊക്കിക്ക്. എന്തിനാ പിശുക്കത്തരം കാണിക്കണേ? നല്ല പോലെ പൊക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ. 2 വരിയുള്ള ഒരു ദുആ പറഞ്ഞാൽ മതി, നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? പറ മനുഷ്യന്മാരെ, 2 വരിയുള്ള ഒരു ദുആ എല്ലാ ദിവസവും പറഞ്ഞാൽ മതി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞൂടെ? നിങ്ങളൊന്ന് നേരെ ഇരുന്നേ. ഇതിലെങ്ങനെയല്ല ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണോ? എങ്ങനെ ഇരിക്കണം? നേരെ ഇരി മനുഷ്യന്മാരെ. നാളെ ഇവിടെ ആരാപ്പ വധു പറയുന്നേ? അൻവർ മുഹീദി ഉസ്താദ് വധു പറയും. ഇവിടെ പള്ളി എവിടെ? കബറടക്കണ പള്ളി. ക്ലാപ്പനെ വരെ പോണില്ലേ? ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ കേൾക്കൂല. നാളെ പള്ളിക്കാട്ടി കിടക്കാനുള്ളതാ. നേരെ ഇരിക്കുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. എന്തേ പോകണ്ടേ? എല്ലാവർക്കും അറിയാം മരിക്കൂന്നില്ലേ? മരിക്കൂലേ? ഉറപ്പല്ലേ? സംശയം വല്ല ഉണ്ടാ? മരിക്കൂന്ന് ഉറപ്പുള്ള ഒരു കൈ പൊക്കിക്കേ. എല്ലാവർക്കും അറിയാം മരിക്കൂന്ന്. പിന്നെ എന്തേ നന്നാകാത്തേ? എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, പിന്നെ നന്നാകാത്ത എന്താ? ഇപ്പോഴങ്ങ് മരിക്കുമല്ലോ ഉസ്താദെ. അതാ കാസർഗോഡ് ജില്ലയിൽ വിവാഹം കഴിഞ്ഞിട്ട് എന്തിനാ അങ്ങ് വരെ പോകുന്ന? നിങ്ങളുടെ ഈ അടുത്തവിടെ വലിയ ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് ഓർമ്മയുണ്ട്, എന്തോ സ്ഥലം, സംസാരിക്കാൻ കഴിവില്ലാത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വയലിന് പോകുമ്പോൾ എഴുതി തരും ഉസ്താദെ, നല്ലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവേ, ആ ചെറുപ്പക്കാരൻ്റെ കല്യാണം കഴിഞ്ഞു. പത്തനാപുരത്ത് നിന്ന് ആ പെണ്ണ് കെട്ടിയത് സംസാരിക്കാൻ കഴിവില്ലാത്തൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. കല്യാണം കഴിച്ചു. വിവാഹത്തിൻ്റെ 7ാമത്തെ രാത്രി മണിയറയിൽ കയറിയതാ. പിന്നെ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റില്ല. അന്ന് രാത്രി അവനൊരു തലവേദന പോലുമില്ലായിരുന്നു. അള്ളാഹു പൊന്നുമോൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്ര വിലയേ ഉള്ളൂ. 8 കൊല്ലം മക്കളില്ലാതെ ദുആ ചെയ്തു കാത്തിരുന്നിട്ട് അള്ളാഹു ഒരു പെൺകുട്ടിയെ കൊടുത്തു. 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊല്ലങ്ങൾ കാത്തിരുന്നിട്ടൊരു പൊന്നുമോളെ കിട്ടി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അള്ളാഹുവെ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കയ്യിലെടുത്തു വെച്ചിട്ട് ഇങ്ങനെ ബാങ്ക് വിളിക്കുക. തൻ്റെ പൊന്നുമോളെ എടുത്തിങ്ങനെ ചെവിയിൽ ബാങ്ക് വിളിച്ചു, ഹയ്യ അലസ്സലാ. അവിടെ എത്തിയപ്പോൾ ശരീരം ഒന്ന് എന്തോ പോലെ വല്ലാത്ത ബുദ്ധിമുട്ട്. തൻ്റെ പൊന്നാര കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കും എന്തോ ഒരു പ്രയാസം. അടുത്തിരുന്ന ആളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞൊന്ന് വിളിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കസേരയിലൊന്ന് ചാരിയിരുന്നതാ. ഇന്ന് 6 അടി മണ്ണിനകത്താ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിന് എത്ര വിലയേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയാം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എല്ലാവരും മടങ്ങി പോകണം, അള്ളാഹിൻ്റെ മുന്നിൽ പോകേണ്ടവനാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. പിന്നെ ഈ നന്നാകാനുള്ള മനസ്സില്ലാത്തതിൻ്റെ കാരണം എപ്പോഴും ഇങ്ങനെ ഒരു തോന്നലുണ്ട്. സിറാജെ, 31 വയസ്സേ ആയുള്ളടാ, 50 60 ഉള്ളവർ നടക്കുന്നടാ, നിനക്ക് സമയമായില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് പടച്ച റബ്ബിൻ്റെ കരുണയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവിടെ ഒരു മനുഷ്യന് കിട്ടുന്ന പദവികളെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തൻ്റെ മുന്നിൽ ആകാംക്ഷയോടുകൂടി സ്വർഗത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്നാ ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ, അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ, പടച്ചവന്റെ ഔദാര്യമില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ
എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരവും ഖുർആനോദലും നോമ്പ് പിടിക്കലും സദഖ കൊടുക്കലും സൽക്കർമ്മങ്ങൾ ചെയ്യലും വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും എല്ലാം നല്ല കാര്യമാണ്. അള്ളാന്റെ റസൂല് പറയുന്ന ഇതൊന്നും കൊണ്ടൊരു മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങയുടെ കാര്യവും ഇങ്ങനെയാണോ നബിയേ? അങ്ങയുടെ അവസ്ഥയും ഇങ്ങനെയാണോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെയാണ്. പ്രവാചകൻ എന്നിട്ട് തന്റെ സ്വഹാബത്തിനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ബനൂ ഇസ്രായേൽ സമുദായത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാ. ഈ മനുഷ്യന്റെ ജോലി എന്തെന്നറിയുമോ? ഈ മനുഷ്യന്റെ പ്രവർത്തനം എന്തെന്നറിയുമോ? ഈ മനുഷ്യൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 500 കൊല്ലമാണ് ജീവിച്ചത്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 500 വർഷം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആ മനുഷ്യന് ജീവിക്കുകയാണ്. വീട്ടിലും ഭാര്യ മക്കളുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെയല്ല. ഈ മനുഷ്യൻ എന്തേ പടച്ചവനെ എവിടെയാണ് താമസിച്ചതെന്നറിയുമോ? അല്ലാഹുവേ, പടച്ചവനെ സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ടു ഈ മനുഷ്യൻ 500 കൊല്ലം രാവും പകലും ഇബാദത്താ. അല്ലാഹുവേ, 24 മണിക്കൂറും ഇബാദത്താ. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. പച്ചവെള്ളം ഇങ്ങനെ കോരി കുടിക്കുകയാണ്. ഒരു റുമ്മാമ്പഴം എല്ലാ ദിവസവും ആ മനുഷ്യന് കിട്ടുകയാണ്. ഒരു റുമ്മാമ്പഴവും കടിച്ച് പച്ചവെള്ളവും കുടിച്ചിട്ട് ഈ മനുഷ്യൻ 500 കൊല്ലം രാവും പകലും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാ. എന്നിട്ട് ഈ മനുഷ്യൻ മരണപ്പെടുകയാണ്. അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഈ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയമുണ്ടല്ലോ, ഈ മനുഷ്യനോട് അള്ളാഹു പറയുന്നു, മനുഷ്യ, വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. എന്റെ ഔദാര്യം കൊണ്ട് വേണമെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പൊക്കോ. ഈ മനുഷ്യൻ അള്ളാഹുവോട് പറയുന്നു, റബ്ബേ, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. 500 കൊല്ലം രാവും പകലും പടച്ചുറപ്പേ ഞാൻ ഇബാദത്ത് ചെയ്തവനാട്. 500 കൊല്ലം രാവും പകലും ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവനാട്. ആ ഇബാദത്തിന് പകരമായിട്ട് എനിക്ക് നീ സ്വർഗം തന്നാ മതി റബ്ബേ. അല്ലാഹുവേ, 500 വർഷത്തെ അമലിന് പകരമായി എനിക്ക് സ്വർഗം തന്നാ മതി എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. അല്ലാഹു മലക്കുകളെ വിളിച്ചോ, എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ 500 കൊല്ലത്തെ അമലെടുത്തൊരു ത്രാസിൽ വെക്ക്. ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെടുത്ത് മറ്റൊരു ത്രാസിൽ വെക്ക്. എന്നിട്ട് അളന്നു നോക്കാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു പറയുന്നു, ഞാൻ ഈ മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായോ എന്ന് അളന്നു നോക്കാൻ പറയുമ്പോ, അളന്നു നോക്കിയിട്ട് മലക്കുകൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, ഇല്ല പടച്ചവര്, നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന് പകരമായിട്ട് പോലും 500 വർഷത്തെ അള്ളാഹുവേ ഇബാദത്ത് മതിയായില്ലെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മനുഷ്യനോളം ഈ മനുഷ്യൻ പോലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്ന് യാചിക്കുകയാണ്. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യൻ പോലും അവസാനം അള്ളാന്റെ മുന്നിൽ കടന്ന് കരഞ്ഞിട്ട് ഈ മനുഷ്യൻ പോലും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ്, പടച്ചവന്റെ ഔദാര്യം കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടന്നു പോയതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗമില്ല. അള്ളാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗമില്ല. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് 5 സമയങ്ങളിൽ ഒരു മനുഷ്യര് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ 5 അവസരം വരാനുണ്ട്. ഇന്ന് വരെ വന്നിട്ടില്ല, ഇനി വരാനുള്ളതാണ്. ഈ 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഈ ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു 5 അവസരം വരാനുണ്ട്. ഇതുവരെ വന്നില്ല. ഒരു 5 അവസരം വരാനുണ്ട്. ആ 5 അവസരത്തിൽ അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ.